ഹലോ മുത്തുമണീസേ, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മഴതോറും മുമ്പേ സീരിയൽ ഇന്നിപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് പ്രൊമോ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, പ്രൊമോ ഒക്കെ വരുന്ന അനുസരിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി വരുന്ന വിശേഷം എന്ന് പറയുന്നത്, അതായത് നാളെ തൊട്ടുള്ള എപ്പിസോഡുകളിലായിട്ട് വരുന്നത്, ഇനി കൂടുതലും നമ്മുടെ അലീന ഇപ്പോൾ ഓൾറെഡി പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യാനെന്ന രീതിയിൽ ഇപ്പോൾ CIയുടെ അടുത്താണ്. അപ്പോൾ ഈ CI എന്ന് പറയുന്നത് ഇവരെല്ലാവരും കൂടെ ഈ അലീന കുറിച്ച് ഫുൾ ഡീറ്റെയിൽ അവന്മാർ കളക്ട് ചെയ്തിട്ടാണ് ഇവർ അലീനേനെ പോയി നെടുമ്പുരയ്ക്കൽ വീട്ടിൽ പോയ സമയത്ത് അലീനേനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരുന്നത്. കാര്യം ഒരു ഓർഫണായിട്ടുള്ള ഒരു കുട്ടിയാണെന്നും അവളെ ചോദ്യം ചെയ്ത് ആ രീതി ഇവരുടെ വരുതിക്ക് എടുത്തു കഴിഞ്ഞാലും ആരും തന്നെ ചോദ്യം ചെയ്യാൻ വരില്ല എന്നൊരു ഭാവമൊക്കെയാണ്. അത് മാത്രമല്ല, ഒരു പെണ്ണുപിടിയനാണെന്നും പറഞ്ഞ് ഹരിശങ്കറിൻ്റെ വായിൽ നിന്ന് എന്നെ കിട്ടിയിട്ടുണ്ട്. സാറേ, അവളെ ഒന്ന് ന്യൂട്രലിടാൻ ഞങ്ങൾ നോക്കിയായിരുന്നു, മയക്കുമരുന്നൊക്കെ കൊടുത്തായിരുന്നു, അന്നിങ്ങനെ സംഭവിച്ചു, അവൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി കത്രിക കൊണ്ട് കുത്തിയെന്നുള്ളതൊക്കെ ഹരിശങ്കറൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പം തന്നെ ഇവരുടെ ഒരു കാഴ്ചപ്പാടിൽ അലീനെ ആ ഒരു രീതിയിലാണ് ഇവർ കാണുന്നത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന അലീനെ ഒരു വനിതാ പോലീസ് ആദ്യം ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ വനിതാ പോലീസ് ഒന്നുമില്ല കേട്ടോ. എന്നിട്ട് ഈ CI ആണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അയാളാണെങ്കിൽ തന്നെയും ഒരു വല്ലാത്ത രീതിയിലുള്ള, നമുക്കൊരു എന്താണ് പറയണത്, ഒരു മോശമായ രീതിയിലുള്ള ഓരോ ചോദ്യങ്ങളാണ് അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിന്നെ ശരിക്കും ലൈംഗികമായിട്ട് അവർ ചൂഷണം ചെയ്തിട്ടില്ലേ, പിന്നെ നീ എവിടെയാണ് താമസിച്ചത്, നിൻ്റെ അച്ഛനും അമ്മയൊക്കെ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം കൃത്യമായ മറുപടി തന്നെയാണ് അലീന കൊടുക്കുന്നത്. ഞാനൊരു ഓർഫണാണെന്നും ഞാനിങ്ങനെ സ്നേഹനികേതൻ എന്ന് പറഞ്ഞൊരു ഓർഫണേജിലാണ് വളർന്നത്, ബൃദ്ധാമ്മ എന്ന് പറഞ്ഞൊരു അമ്മയാണ് ഞങ്ങളെ നോക്കിയത്. അതിനുശേഷമാണ് ഞാൻ ഈ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ അവിടുത്തെ മുത്തശ്ശൻ വന്നെന്നെ കൂട്ടിക്കൊണ്ട് ഇങ്ങ് പോകുന്നതും ഇവിടുത്തെ ആ മുത്തശ്ശിയെ നോക്കാനായിട്ടാണ് തന്നെ കൊണ്ടുവന്നതെന്നുള്ള കാര്യമൊക്കെ അലീന പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ഒരു ഹോം നേഴ്സായിട്ട് വന്ന നീ ഇപ്പോൾ ഒരു വീട്ടുകാരി ആയല്ലോ, അവിടുത്തെ വീട്ടുകാരിയെ ചവിട്ടി പുറത്തുവാക്കി. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല, അത് സാറിൻ്റെ തെറ്റായ ധാരണയാണെന്നൊക്കെ അലീന പറയുന്നുണ്ട് കേട്ടോ. നീ എന്നെ അധികം പഠിപ്പിക്കാനൊന്നും നിൽക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്തായാലും ശരി, അതൊക്കെ പോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. നീ നമ്മളോട് നല്ല രീതിയിലൊക്കെ ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായ രീതിയിലൊക്കെ നിൽക്കാം. ഇതിനിടയിൽ ഇവർ പോലീസ് പൈസയുടെ കേസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. പക്ഷേ എന്തോ അലീനയ്ക്ക് അത്ര ഒരു ശരിയായ രീതിയിലുള്ള പെരുമാറ്റമല്ല ഇയാളിൽ നിന്ന് കിട്ടുന്ന. ഒരു ലാത്തി ഉപയോഗിച്ചിട്ടാണെങ്കിലും മൂക്കിലും കണ്ണിലും ചുണ്ടത്തും കഴുത്തിൻ്റെ അവിടെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്, ഇടയ്ക്ക് നെഞ്ചിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഒരു കുത്തുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, സാറേ എന്നെ ഈ രീതിയിലൊന്നും ഉപദ്രവിക്കരുത്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുപോലെ എന്നെ ഇനി ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഒരു വനിതാ പോലീസിൻ്റെ കൂടെ നിർത്തി എന്നെ ക്വസ്റ്റ്യൻ ചെയ്താൽ മതിയെന്നും അലീന പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇയാൾ പറയുന്നുണ്ട്, നീ എന്നെ നിയമങ്ങളൊന്നും പഠിപ്പിക്കാൻ നിൽക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അലീനയുടെ അടുത്തൊരു ബൾഗർ രീതിയിൽ, വളരെ മോശപ്പെട്ട രീതിയിലാണ് അലീനയോട് സംസാരിക്കുന്നത്. ഇതേ സമയം നമ്മുടെ മനു കൃഷ്ണമോളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, മോളെ എന്തായി? അപ്പം കൃഷ്ണമോള് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മനുവേട്ടാ ഒന്നും ആയിട്ടില്ല, ഗോവർദ്ധൻ അങ്കിൾ പറഞ്ഞതുപോലെ തന്നെ അവിടെ ചെന്നിട്ടും ഗോവർദ്ധൻ അങ്കിളിന് മോശമായ രീതിയിലാണ് പോലീസുകാർ സംസാരിച്ചത്, അലീന ചേച്ചീനെ ഒന്ന് കാണാൻ പോലും സമ്മതിച്ചില്ലെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താ ചെയ്യണത്? അമ്മ ഒരു വശത്ത് ഇങ്ങനെ, അച്ഛൻ ഒരു വശത്ത് ഇങ്ങനെ, അലീന ചേച്ചിയും പോയി, ഇനി ഞങ്ങൾക്ക് ആരാ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി കൃഷ്ണമോള് ഭയങ്കര സങ്കടപ്പെടുകയാണ് കേട്ടോ മനുവിൻ്റെ അടുത്ത്. അപ്പം മനു പറയുന്നുണ്ട്, മോളെ നീ ഇങ്ങനെ കരയില്ലേ, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ, നീ പേടിക്കണ്ട, എന്തായാലും നിങ്ങൾ രണ്ടുപേരും അല്ലേ ഇന്നുള്ളൂ, അപ്പോൾ രാത്രി നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി പോലീസ് എന്തെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യാം മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും കൃഷ്ണമോള് കിടന്ന് ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഈ സമയം രേവതി കുട്ടി ആ കൃഷ്ണമോളെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കി. അപ്പോൾ ഒന്നും ഇതുവരെ നിയമ നടപടികളൊന്നും ആയിട്ടില്ല. അപ്പോൾ രേവതി കുട്ടിക്കും ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ നമ്മുടെ ഗ്രേസമ്മയും മാമച്ചനും കൂടെ ഇങ്ങനെ ആലോചിക്കണേ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ രേവതി കുട്ടി സങ്കടപ്പെട്ട് പറയുന്നുണ്ട്, മാമച്ചെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം, ഒരു രാത്രി പോലും അലീന ചേച്ചീനെ അവിടെ കിടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടണം. അപ്പോൾ ഗ്രേസും പറഞ്ഞു, അത് ശരിയാട്ടോ, അവൾ ഒരു തെറ്റും ചെയ്ത ആ പാവം കുട്ടീനെ ഇവരെന്തിനാണ്, എന്തോ ദുരുദ്ദേശം ഉണ്ട് മാമച്ച ഇതിൻ്റെ പിന്നിൽ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴാണ് ഗ്രേസ് പറഞ്ഞത്, എൻ്റെ ഒരു റിലേറ്റീവിൽ വരുന്ന DYSPയിൽ നമുക്ക് അയാൾ വഴി ഒന്ന് കോൺടാക്ട് ചെയ്താലോ, പാലയിലാണ്. അങ്ങനെ മാമച്ചൻ അയാളെ വിളിക്കുകയാണ്, DYSP. അങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് കാര്യം ഇന്ന കേസൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, കേസും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു, ഞങ്ങളുടെ പരിധിയിൽ തന്നെ വരുന്ന കേസും കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ ഡയറക്റ്റ് കയറി അങ്ങോട്ട് മുട്ടാൻ പറ്റില്ല. എന്തായാലും പിന്നെ ഈ പെൺകുട്ടിയെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പെൺകുട്ടിയെ അവിടെ കൊണ്ടുപോകേണ്ട കാര്യമില്ല, അത് നമുക്ക് നോക്കാം, എന്തായാലും ഞാൻ നോക്കട്ടെ, എനിക്ക്
പറ്റുന്ന പോലെയുള്ള ഹെൽപ്പ് ഞാൻ ചെയ്തു തരാം, നിങ്ങളൊന്ന് നോക്ക്, ഇതുവരെയും സമയം 4 മണിയുടെ അകത്ത് അലീനെ വിട്ടിട്ടില്ലെങ്കിൽ എന്നോട് പറയും, നമുക്ക് വേണ്ടുന്ന പോലെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. ഈ സി എ എന്ന് പറയുമ്പോൾ DYSPയുടെയും താഴെ പറഞ്ഞ SIയും CA ഒക്കെ. അപ്പോൾ ഇവരുടെ ഒരു കള്ളക്കളിയൊന്നും അലീനയുടെ അടുത്ത് നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. എന്നിട്ടും ആ CA പറയുന്നുണ്ട്, നീ ഒരു കംപ്ലൈൻറ്റ് എഴുതി ഓമാർക്ക് എഴുതി തരുകയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ ഈ ആങ്ങളെയോ അതിൻ്റെ റിലേറ്റീവോ അവരൊക്കെ ചിലപ്പോൾ രക്ഷപ്പെട്ടെന്ന് വരാം, ഞങ്ങളൊന്ന് ശ്രമിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, അതെ, അങ്ങനെ ഒരു രക്ഷപ്പെടലും വേണ്ട സാറേ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. ഒരു പെൺകുട്ടിയെ പച്ചയ്ക്ക് പിച്ചി ചീന്തിയിട്ട് അങ്ങനെ രക്ഷപ്പെട്ട് അവർ ജീവിക്കണ്ട. അതിപ്പോൾ എൻ്റെ സഹോദരനാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി എന്ന് അലീന തീർത്ത് പറയുന്നു. ഓ, എന്ത് വലിയ പുണ്യാളത്തിയാന്നൊക്കെ രീതിയിൽ ഈ CA ഒരു തരം കൊള്ളുന്ന കണക്കുള്ള വർത്തമാനമൊക്കെയാണ് അലീനയുടെ അടുത്ത് പറയുന്നത്. എൻ്റെ അലീന പറയുന്നുണ്ട്, സാർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും ഒരു പോലീസിൻ്റെ രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും അല്ല, വേറൊരു രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് സാറേ. ഇക്കണക്കിന് പോകണമെങ്കിൽ ഇതൊക്കെ സാറിൻ്റെ മേലെയുള്ള ഉദ്യോഗസ്ഥരെ അറിയുകയാണെങ്കിൽ സാറിൻ്റെ പണി പോലും കാണില്ല എന്ന് പറയുന്നുണ്ട്. ഓ, നീ എൻ്റെ നിയമം പഠിപ്പിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വീണ്ടും ആ ലാത്തി കൊണ്ട് അലീനയുടെ കറക്റ്റ് നടുക്ക് ആ നെഞ്ചിൻ്റെ അവിടെയായിട്ട് ഇങ്ങനെ കുത്താണ് കേട്ടോ. അലീനയ്ക്ക് സഹിച്ച് അലീന നിൽക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ അലീനയ്ക്ക് അറിയാം താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തന്നെ രക്ഷിക്കാൻ ആരായാലും ദൈവമായിട്ട് തന്നെ രക്ഷിക്കാൻ ഇവിടെ ആരെങ്കിലും എത്തും എന്നുള്ളൊരു വിശ്വാസം, ആത്മധൈര്യവും അലീനയ്ക്ക് ഉണ്ടായിരുന്നു. അലീനയുടെ മാക്സിമം ധൈര്യം അലീന എടുത്ത് നിൽക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും അലീന പതറില്ല, അതിനുള്ളൊരു ധൈര്യം ആ കുട്ടിക്കുണ്ട് കേട്ടോ. അങ്ങനെ അലീന മാക്സിമം പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സമയം ഏറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം രേവതി കുട്ടി വിളിച്ച് നോക്കിയപ്പോൾ അലീന വീട്ടിലെത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ അലീനെ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് രേവതി കുട്ടി ചെന്ന് കരയാൻ തുടങ്ങി. അപ്പം മാമച്ചൻ പറഞ്ഞു, നമ്മൾ ഇവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, നമുക്ക് നേരെ ആ DYSPയെ അടുത്ത് പോയി കാര്യങ്ങളൊന്നും കൂടെ പറഞ്ഞ് നമുക്ക് അയാളെയും കൊണ്ട് ഡയറക്റ്റ് സ്റ്റേഷനിലോട്ട് പോകാമെന്ന തീരുമാനം. അങ്ങനെ ഇത് കേട്ടപ്പോൾ രേവതി കുട്ടിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. എന്തായാലും മാമച്ചനും ഗ്രേസമ്മയും കൂടി അലീന ചേച്ചിക്ക് വേണ്ടിയിട്ടാണെങ്കിലും അങ്ങനെ ഒരു ചെയ്യാനുള്ളൊരു ഇത് കാണിച്ചല്ലോ. അങ്ങനെ അവർ മൂന്നുപേരും കൂടെ പാലയിൽ നിന്ന് നേരെ തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അലീനെ രക്ഷിക്കാൻ വേണ്ടി അവർ വരുന്ന വഴി DYSPയും കൂടെ കൊണ്ട് നേരിട്ട് സ്റ്റേഷനിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഈ സമയം മനുവിനാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. കമല എന്ത് ചെയ്താൽ മനുവിനെ വിടില്ല. ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് നടന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ അലീനെ ഇങ്ങനെ പിടിച്ചിരുത്തേണ്ട യാതൊരു കാര്യമില്ല, അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കേസുണ്ട് എന്നുള്ളത് മനുവിനും മനസ്സിലാവുകയാണ്. ഗോവർദ്ധനം വിളിച്ചു നോക്കി. ഗോവർദ്ധനം പറയുന്നുണ്ട്, നമ്മൾ വിചാരിച്ച കണക്കല്ല മനു, അതിൻ്റെ അകത്തൊന്നും അലീനെ ഒന്ന് കാണാൻ പോലും അവർ സമ്മതിക്കുന്നില്ല, എന്തോ എനിക്ക് അത്ര ഒരു പന്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം നമ്മുടെ കമലയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവേണ്ട, സ്വന്തം മോയ് നാണം കെട്ട് ജയിലിലെ നാട്ടുകാരെ മുമ്പിൽ തലപോലും നിവർത്തി നോക്കാൻ പറ്റാണ്ട് കുടുംബം മൊത്തം താന്ന് കിടക്കുക. അപ്പോഴും കമലയ്ക്ക് സന്തോഷം അലീനേനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇതെങ്ങനെ വൈജയന്തിനെ ഒന്ന് അറിയിക്കണമല്ലോ. വൈജയാണെങ്കിൽ എന്താണ് ഏതാണ് ഒന്നും അറിയാണ്ട് ആകെ കിടന്ന് പരിഭ്രാന്തി പിടിച്ച് കിടക്കുകയാണ് ആശുപത്രിയിൽ. അപ്പോൾ ആ സമയത്ത് കമല വിളിക്കുകയാണ് നമ്മുടെ വൈജയന്തിനെ. പറ കമലയിട്ടത്ത് എന്തായി, പിള്ളേരുടെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തീരുമാനമായോ? ഒന്നും ആയില്ല, നിനക്കൊരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വിളിച്ചത്. എന്ത് സന്തോഷ കമലയിട്ടത്ത് ഇതിൻ്റെ ഇടയിൽ? അപ്പോൾ പറയാം, നിൻ്റെ ശത്രു ഇല്ലേ, നിൻ്റെ ശത്രു ആരാ? അത് അലീന. എന്നാൽ നിൻ്റെ ശത്രുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. കമലയുടെ വിചാരം അലീനേനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളതാണ്, ക്വസ്റ്റ്യൻ ചെയ്യാനാണെന്നുള്ള ഒരു ഇത് കമലയ്ക്കില്ല. അങ്ങനെ അലീനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് കേട്ടപ്പോഴത്തേക്ക് അതെന്തിനാ അവൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ? അതൊന്നും എനിക്കറിയില്ല. പണ്ടും കൊണ്ടോ ഒരു കേസ് ഉണ്ടായില്ലോ, രോഹിത്തും ഹരിയും കൂടെ ചേർന്നെന്തോ കത്രികയൊക്കെ വെച്ച് ആശുപത്രി കിടന്നല്ലോ, അതിനെ സംബന്ധിച്ച് എന്തോ കേസാണെന്നാണ് എനിക്ക് തോന്നണത്. എന്തായാലും അവൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. അവൾ എന്തായിരുന്നു അവളുടെ ഒരു അഹങ്കാരം. എന്നാലും വൈജയ്, രോഹിത്ത് എൻ്റെ ഹരീനെ കൂടെ ഇതിലോട്ട് വലിച്ച് ചാടിച്ചത്. ഇത് കേട്ടപ്പം വൈജയുടെ മൈൻഡ് അങ്ങോട്ട് മാറുകയാണ്. ഏട്ടത്തി എന്നെ ഈ പറയണ ഹരിയല്ലേ രോഹിത്തിനെ ഈ വേണ്ടാത്തതിലെല്ലാം കൊണ്ട് ചാടിച്ചെന്ന് നമ്മുടെ വൈജയന്തിയും പറയണം. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. എന്തായാലും ഈ കേസ് നമ്മൾ വിചാരിക്കുന്ന കണക്ക് വളരെ സിമ്പിളൊന്നുമല്ല. എന്തായാലും ശിവേട്ട നാട്ടിലോട്ട് വരുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യണം, ഇല്ലാണ്ട് പറ്റില്ലല്ലോ. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കുടുംബക്കാരുടെയും പുറത്ത് തല കൗലും കാണിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി വൈജയെന്ന് കമല പറയുന്നുണ്ട്. ഇവിടെ ഒരുത്തനാണെങ്കിൽ അലീനേനെ അങ്ങോട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മാക്സിമം വെളിയിൽ ചാടാൻ നോക്കുക, ഞാൻ വിട്ടിട്ടില്ല. അങ്ങനെ അവൾ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അവിടെ കിടക്കട്ടെ എന്നുള്ള മട്ടിൽ തന്നെ കമല ഇരിക്കുക.
ഇത്രയും പറഞ്ഞുകൊണ്ട് വൈജയുടെ കോള് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വൈജയ്ക്ക് വലിയ ഇതൊന്നും തോന്നല്ല. വൈജയുടെ ഉള്ളിൽ രോഹിത്തിൻ്റെ കേസാണ്. കാര്യമെന്ന് വെച്ചാൽ എന്താണ് ഏതാണ് അവസ്ഥ ഇതൊന്നും അറിയില്ല. കുട്ടികളുടെ അവസ്ഥ എന്താണ്, കൃഷ്ണമോളും ഭവിതയും വീട്ടിലുള്ളൂ. പിന്നെ ബാലചന്ദ്രനാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റുമാണ്. ബാലേന്ദ്രൻ്റെ അവസ്ഥ ഇതിനേക്കാൾ പരിതാപകരമാണ്. ആകെ ഇതാണ്. പക്ഷേ ബാലചന്ദ്രൻ ഇതുവരെ അലീനെ പോലീസ് ഇങ്ങനെ ചോദ്യം ചെയ്യാനായിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്ന കാര്യം അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ വരുന്ന ഒരു ഇൻട്രോ പ്രൊമോ ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പിന്നെ മാമച്ചനും ഗ്രേസമ്മയും രേവതി കുട്ടിയും കൂടെ ചേർന്നിട്ട് അലീനെ രക്ഷിക്കാനായിട്ട് ആ DYSPയും കൊണ്ട് ഡയറക്റ്റ് സ്റ്റേഷനിലോട്ട് എത്തുകയും ആ CIക്ക് നല്ല പണി അലീനെ കൊടുക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയെ ഇരുത്തി ഏത് വൃത്തികെട്ട രീതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റും ആ രീതിയിലെല്ലാം തന്നെ ചോദ്യം ചെയ്തൊന്നും ലാത്തി പോലീസുകാർക്ക് എന്തിനാണ് തന്നിക്കുന്നത് എന്നുള്ളത് വരെ DYSPയുടെ മുമ്പിലൊക്കെ വെച്ചിട്ട് ചോദിച്ച് ആ CIനെ ഒരുപാട് മോശമാക്കുന്നുണ്ട് കേട്ടോ. അതോടുകൂടി അയാളുടെ കാര്യത്തിനൊരു തീരുമാനമാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എന്തായാലും അലീനയ്ക്കൊരു പോറൽ പോലും പറ്റാണ്ട് തന്നെ അലീന ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇനി നെക്സ്റ്റ് വീക്കിൽ മിക്കവാറും നമ്മുടെ വൈജയന്തി ഡിസ്ചാർജ് അങ്ങോട്ട് പറഞ്ഞ് ചോദിച്ച് മേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാലചന്ദ്രനും ഡിസ്ചാർജായി വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങളാണ്. പക്ഷേ നമുക്ക് നെക്സ്റ്റ് വീക്ക് പ്രൊമോ ആയിട്ട് പറയാനായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുവരെ ആരും ഇട്ടിട്ടുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ ആ ഒരു മെയിൻ സീനൊക്കെ ആട്ടോ ഇനി വരാൻ പോകുന്നത്. പിന്നെ അത് മാത്രമല്ല ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടുകൂടി നമ്മുടെ രോഹിത്ത് ഇതിൽ വന്നു എങ്കിലും ഇതിൽ റേപ്പ് കേസിൽ രോഹിത്ത് പെട്ടിട്ടില്ല എന്നുള്ളതൊക്കെ തെളിഞ്ഞ് വരുന്ന സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറയുന്നു. നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റേ ചാനലായ സുമി മുഫാസ് മൺസിൽ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പ്രൊമോ എല്ലാ ദിവസവും രാവിലെ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നെക്സ്റ്റ് വീക്ക് പ്രൊമോ കാറ്റത്തെ കിളിക്കൂട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക. കണ്ട് നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ കമൻറ്റും എന്തൊക്കെയാണെങ്കിലും ഒന്ന് എഴുതി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ രണ്ട് ചാനലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു നല്ലൊരു ശുഭരാത്രി പറയുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.